ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ സ്ത്രീകൾക്ക് തുല്യത എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണല്ലോ നേരത്തെ ഇടത് സർക്കാർ ഒരു സമീപനം എടുത്തത്. അപ്പോൾ തുല്യത എന്ന വിഷയമല്ല യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിലെ വിജയമാണ് പ്രധാനം, വോട്ടാണ് പ്രധാനം എന്നല്ലേ ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നു. ഈ സമുദായ നേതാക്കളുടെ മുഴുവൻ അഭിപ്രായം എടുക്കുന്നു. NSS പറയുന്നു സർക്കാർ ഞങ്ങൾ പറഞ്ഞതിനോട് യോജിക്കുമെന്നാണ് പ്രതീക്ഷ, അതിൽ നിന്ന് നിലപാട് മാറ്റും, നേരത്തെയുള്ള നിലപാട് മാറ്റുമെന്നാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു. അപ്പോൾ അവർക്കൊക്കെ സ്വീകാര്യമായ സമീപനമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തുല്യത എന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കും തുല്യത വേണം എന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോയി എന്ന കൂടി അർത്ഥമുണ്ട്. അപ്പോൾ അതൊരു നിലപാടായിരുന്നില്ല, അത് വോട്ട് കിട്ടാനുള്ള ഒരു സമീപനമായിരുന്നു. പക്ഷെ അത് വോട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അതിൽ നിന്ന് പിന്നാക്കം പോകുന്നു. അങ്ങനെയും വായിക്കാം. അങ്ങനെയും വായിക്കാം എന്ന് പറഞ്ഞിടത്തോളം ശരി, അങ്ങനെയും അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല. കാരണം ഈ അയ്യപ്പ സംഗമത്തിനെ കുറിച്ച്, ആഗോള അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് ഒരുപാട് ഈ വ്യാഖ്യാനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ 1990 ഒരു പമ്പാ സംഗമം നടന്നല്ലോ. എന്താണ് അത് ആരും ഓർക്കാത്തത്? ഒരു ചാനലിലും ഒരു മാധ്യമപ്രവർത്തകരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത എന്താണ്? ഒരു ദിവസമായിരുന്നില്ല, 3 ദിവസമായിരുന്നു അന്നത്തെ പമ്പാ സംഗമം. അന്ന് ഇടത് സർക്കാരായിരുന്നല്ലോ കേരളം ഭരിച്ചിരുന്നത്. അതിൻ്റെ അടുത്ത വർഷമാണല്ലോ ഇലക്ഷനിലേക്ക് പോയത്, 4-ാം വർഷത്തെ ഇലക്ഷനിലേക്ക് പോയത് 91-ലാണ്. അത് ഒന്നും ആർക്കും ചർച്ച ചെയ്യണ്ടേ? അന്ന് എന്തായിരുന്നു അടിസ്ഥാന പ്രശ്നം? 3 ദിവസം ചർച്ച ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു? ഒന്ന് അന്വേഷിക്കണം. നല്ലതാണ്. പിന്നെ അത് എന്നിട്ട് വേണം 2025 ആഗോള അയ്യപ്പ സംഗമം വോട്ട് തട്ടാനുള്ള പരിശ്രമമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലാതെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. ഇത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ബേസിക് നീഡ്സ് ഉണ്ട് ആ പ്രദേശത്തിന്. ശബരിമലയ്ക്ക് 1990 ഉണ്ടായിരുന്നു, 2025 ഉണ്ടായിരുന്നു. ആ ബേസിക് നീഡ്സിനെ മാറ്റി വെച്ചിട്ടാണ് അതിനെ പൊളിറ്റിക്കൽ നീഡ്സിലേക്ക് പെട്ടെന്ന് കോറിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് പ്രശ്നം. ഇത് നടത്തുന്നവരുടെ അല്ല, നടത്തിപ്പുകാരുടെ അല്ല പ്രശ്നം, ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുടെ ഇഷ്യൂ ആണ്. ഇപ്പൊ ഈ കേസിൽ ഇന്നും റിപ്പോർട്ടർ ചാനലിനോടാണല്ലോ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത്. വ്യക്തതയുള്ള നിലപാടല്ല അദ്ദേഹം പറഞ്ഞത്. സർക്കാർ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് നൽകിയ ഉറപ്പ് സർക്കാർ ഇതുവരെ ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റ് ഈ യുവതീ പ്രവേശനം സർക്കാർ നടത്തിയിട്ടില്ല. അതിനുശേഷം ഇതുവരെ ആ വർഷത്തിന് 2018 ശേഷം ഇതുവരെ അത് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. നാമജപഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുണ്ടായിരുന്നു NSSന്. നാമജപഘോഷയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് NSS പ്രതിനിധികളടക്കം അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുണ്ടായിരുന്ന NSSനെ അനുനയിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് അനുനയിപ്പിക്കാൻ അവർക്ക് കൊടുത്ത വാക്ക് ഇനി യുവതീ പ്രവേശമില്ല എന്ന് ഉറപ്പാണോ? അങ്ങ് ഇത് പറയുന്നതിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിൽ നിലപാട് മാറ്റം അല്ലെങ്കിൽ പിന്നെ എന്താണ്? എന്തുകൊണ്ട് മാറി എന്ന് ചോദ്യമുണ്ടല്ലോ, അതിനൊരു ഉത്തരം തരാമോ? എന്തുകൊണ്ട് മാറി? ജി സുകുമാരൻ നായർ രാഷ്ട്രീയ നേതാവോ രാഷ്ട്രീയ പ്രവർത്തകനോ പോലും അല്ല. ഞാൻ സുകുമാരൻ നായരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ജി സുകുമാരൻ നായർ രാഷ്ട്രീയ നേതാവോ രാഷ്ട്രീയ പ്രവർത്തകനോ പോലും അല്ലല്ലോ. ഞാൻ സുകുമാരൻ നായരുടെ കാര്യം ചോദിച്ചത്. ഞാൻ അദ്ദേഹത്തിനെ കോട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ സ്മൃതിയുടെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഞാൻ മറുപടി പറയുമ്പോൾ ഞാൻ കോട്ട് ചെയ്തത് ജി സുകുമാരൻ നായരെയാ. റിപ്പോർട്ടർ ചാനൽ ഇന്ന് നൽകിയ അദ്ദേഹത്തിന്റെ അഭിമുഖമാണ് ഞാൻ കോട്ട് ചെയ്തത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ വ്യക്തമായിട്ട്. അതിനേക്കാളുള്ള ഒരു വ്യക്തത ശ്രീ ജയേന്ദ്രൻ, അതെ, അതിനേക്കാളുള്ള വ്യക്തത ഗവൺമെന്റ് യുവതി പ്രവേശനം നടത്തില്ല എന്ന് തന്നെയല്ലേ ആ ഉറപ്പ്. അത് ആ ഉറപ്പ് LDF ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് അതേ പദപ്രയോഗം നടത്തിയില്ല എന്നുള്ളത് ഒഴിച്ചാൽ തുല്യതയുമായി ബന്ധപ്പെട്ട നിലപാട് നിങ്ങൾ മാറ്റി. ഏതാ തുല്യതയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാട് നിങ്ങൾ മാറ്റി? അതല്ല ഞാൻ പറയുന്നതിന് പെട്ടെന്ന് അതിനകത്ത് കേറി പെട്ടെന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കണ്ട. ഞാൻ പറഞ്ഞു തീർക്കട്ടെ സമ്മതി. അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് പറയുന്നു രാഷ്ട്രീയം. താങ്കളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോ അതിന്റെ അകത്ത് കയറി എന്തിനാണ്? അല്ല, അത് എനിക്ക് പറയാൻ അറിയാമല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് അത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രാഥമിക വിവരമെങ്കിലും ഉണ്ട് എന്നുള്ളത് ദയവായി അംഗീകരിച്ച് തരിക. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ വർത്തമാനം പറയുന്നത്. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ പറഞ്ഞത് സുകുമാരൻ നായരെ പോലെ ആദരണീയമായ ഒരു വ്യക്തിയോട്, ഒരു സമുദായ നേതാവിനോട് അദ്ദേഹത്തിന് ഇങ്ങനെ പ്രതികരിക്കാൻ ഇക്കാര്യത്തിൽ സാധിക്കണമെങ്കിൽ കൃത്യമായി അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യുവതീ പ്രവേശനത്തിനായുള്ള ഒരു നടപടിയും ഇനി സ്വീകരിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് അദ്ദേഹത്തിനല്ല, കേരളത്തിലെ എല്ലാ സമുദായ നേതാക്കളും ആത്മീയ ആചാര്യന്മാർക്കും ഉണ്ട്. അതുതന്നെയാണ് 2019
ആദ്യം കോടിയേരി ബാലകൃഷ്ണനും പിന്നീട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പരസ്യമായി ജനങ്ങളോട് പറഞ്ഞത്. അതിലവർ നിൽക്കും. പക്ഷെ അത് നാളെ ചെയ്യേണ്ട സമയമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നാളെ അത് ചെയ്യാനല്ല പോകുന്നത്. നാളെ മൂന്നംഗ ബെഞ്ചാണല്ലോ ഇത് നോക്കുന്നത്. 4 വോട്ടിന് നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ 4 വോട്ടിന് നിലപാട് മാറ്റുകയാണ്, തുല്യതയുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റുകയാണ്. അത് നിങ്ങളുടെ സൗകര്യത്തിനല്ല നിങ്ങൾ പറയുന്നത്. മനസ്സിലായില്ല. അത് സ്മൃതിയുടെ സൗകര്യത്തിന്. സ്മൃതി ആദ്യം പറഞ്ഞതല്ലോ ഇപ്പൊ പറയുന്നത്. ആദ്യം പറയുന്നത് അല്ലല്ലോ സ്മൃതി ഇപ്പൊ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാനെന്താ മാറ്റി പറഞ്ഞത്? സ്മൃതി ഇപ്പൊ പറയുന്നത് അല്ല, അന്ന് പറഞ്ഞതല്ലേ ഇപ്പൊ പറയുന്നതാ. അല്ല, ഞാൻ അങ്ങനെ തന്നെ ചോദ്യം ചോദിച്ചു തന്നെ പോകേണ്ട കാര്യമില്ല. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടിനെ കൊണ്ടുവന്ന ഇക്കാര്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞു വരുന്നതും. എനിക്ക് യാതൊരു അവ്യക്തതയുമില്ല. കൃത്യം വ്യക്തതയോടുകൂടിയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ തന്നെ പോകുന്ന ചോദ്യത്തിൽ നിന്ന് എന്റെ ആവശ്യമില്ലല്ലോ. എന്തിന് നിലപാട് മാറ്റിയെന്ന ഉത്തരം കിട്ടിയില്ല. നിലപാട് മാറി അല്ല, നിലപാടല്ലെന്നേ. ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സമുദായ നേതാവിന്, അതുപോലെ സമുദായ നേതാക്കന്മാർക്ക്, പൊതുജനങ്ങൾക്ക് ഒക്കെ ബോധ്യമാകുന്ന തരത്തിലുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കൂ. ഒന്ന് ഗവൺമെന്റിന്റെ തലവനും ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവും 2019 തന്നെ വ്യക്തമാക്കിയതാണെന്നാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്. ആ നിലപാട് അന്നെന്താണ് നിങ്ങൾ വ്യാഖ്യാനിക്കാത്തത്? ഇങ്ങനെ ഇപ്പൊ വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? 2026 ഇലക്ഷൻ അടുത്ത് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാല് കൂടുതൽ അക്സസിബിലിറ്റി ഉള്ളൂ ആ വാദത്തിന്. ശബരിമലയിലേക്ക് വരികയും ചെയ്തു. അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയാമല്ലോ. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അവരെ കല്ലെറിഞ്ഞോടിച്ചിരിക്കുന്നു ഈ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നും. അവർ പറഞ്ഞ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ബിന്ദു അമ്മിണി. ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? ഇവിടുത്തെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവൾക്കൊപ്പം എന്നുള്ള നിലപാട് പറയുമ്പോൾ ചർച്ചയുടെ ഫോക്കസ് അതാണോ? അല്ല, എന്റെ ചർച്ചയുടെ ഫോക്കസ്, എന്റെ എല്ലാ ചോദ്യങ്ങളും ഞാൻ ചോദിക്കും. ഞാൻ പറയുന്നത് ഒരു നിലപാട് സർക്കാർ എടുക്കുന്നു, ആ സർക്കാർ എടുത്ത നിലപാടിനൊപ്പം ശബരിമലയിലേക്ക് പോയ സ്ത്രീകൾ അവരിപ്പോൾ എവിടെയാണ്? അവരിപ്പോൾ എങ്ങനെയാണ് കഴിയുന്നത്? അല്ല, എനിക്ക് ബിന്ദു അമ്മിണി എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കാൻ, അന്വേഷിക്കാനുള്ള സാഹചര്യമല്ല എന്റെ വ്യക്തിപരമായും ഞാൻ ചെയ്യുന്ന തൊഴിൽപരമായുള്ള പ്രത്യേകതകൾ. അതൊന്നും എനിക്ക് നേരെയുള്ള കാര്യമല്ല. അത് അവരുടെ റോൾ അന്വേഷിച്ച് പറയണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഞാൻ നാളെ അന്വേഷിച്ച് പറയാം എന്താണ് അവരുടെ നിലപാടെന്നുള്ളത്. ഇന്നെനിക്ക് പറയാനൊന്നും കഴിയില്ല. അത് എന്റെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിൽ പെടുന്ന കാര്യവുമല്ല. അതെനിക്കെങ്ങനെ കഴിയും? Debate with Smriti Parathikkad.